SPCL ബോണ്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ലേണിംഗ് ത്രൂ ഇമാജിനേഷൻ LTI പ്രോഗ്രാം പാർട്ട് 4 കെമിസ്ട്രി പഠനത്തിൽ ഒരു പുതിയ കാൽവെപ്പാണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ +1 കെമിസ്ട്രിയിലെ റിഡോക്സ് റിയാക്ഷൻ മുതൽ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി വരെയുള്ള അധ്യായങ്ങളിലെ 25 ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഓർഗാനിക് കെമിസ്ട്രിയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് ഈ വീഡിയോയിൽ 15 ചോദ്യങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നാണ് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. സാമ്പിൾ ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ മുഴുവൻ കണ്ടന്റും ടച്ച് ചെയ്ത് പോകാൻ കഴിയുന്നില്ല എന്നുള്ളത് ഈ വീഡിയോയുടെ ഒരു പരിമിതിയായിട്ട് കണക്കാക്കുന്നു. ഒരു ചാപ്റ്ററിലെ മുഴുവൻ കണ്ടന്റും ടച്ച് ചെയ്ത് പോകാൻ കഴിയില്ല എന്നുള്ളത് ഈ വീഡിയോയുടെ പരിമിതിയാണ്. ഈ പരിമിതി ഉടൻ നമ്മൾ പരിഹരിക്കുന്നുണ്ട്. തുടർന്നുള്ള വീഡിയോകളിൽ എല്ലാ ആശയങ്ങളും എല്ലാ കൺസെപ്റ്റും നന്നായി ചർച്ച ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ഇൻ H2SO4 ഈസ്. നമുക്കറിയാം, തന്നിരിക്കുന്ന ഒരു മോളിക്യൂളിൽ ഒരു എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്താൻ, ഒരു ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്താൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് കുറേ റൂൾസ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആ റൂൾസ് എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ സാധാരണഗതിയിൽ +1 ആണ്. ഇവിടെ +1 × 2, കാരണം 2 ഹൈഡ്രജൻസ് ഉണ്ട്, അതുകൊണ്ട് +1 × 2 +2 കിട്ടും. അതോടൊപ്പം ഓക്സിജൻ്റെ നോർമൽ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 4 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ 4 × -2 = -8. -2 × 4 = -8. സാധാരണ നമ്മളൊരു ഫോർമുല വെച്ചിട്ടാണ് ഓക്സിഡേഷൻ നമ്പർ കാണുന്നത്. ഒരു മോളിക്യൂളിൻ്റെ ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ 0 ആണ് എന്ന അസംഷനിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സോ +2 + x + -8. ആ +2 എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ്. x എന്ന് പറയുന്നത് കണ്ടുപിടിക്കേണ്ട, അതായത് സൾഫറാണ് ഇവിടെ, കണ്ടുപിടിക്കേണ്ട എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ്. -8 എന്നുള്ളത് ആകെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ്. എല്ലാം കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് വി ഗെറ്റ് 0. അതിൽ നിന്ന് x കണ്ടെത്തുന്നു. എക്സിൻ്റെ വാല്യൂ +6 ആണ്. അതായത് ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ഇൻ H2SO4 ഈസ് +6. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഹൈഡ്രജൻ ഷോസ് -1 ഓക്സിഡേഷൻ നമ്പർ ഇൻ HF, H2SO4, NaOH, NaH. നമുക്കറിയാം, HFൽ ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ് ഫ്ലൂറിനുമായിട്ടാണ്. അപ്പോൾ ഫ്ലൂറിനാണ് ഓൾവേസ് -1 കാണിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ അവിടെ എത്രയായിരിക്കും? +1 ആയിരിക്കും. ഇനി സൾഫ്യൂരിക് ആസിഡിൽ ഹൈഡ്രജൻ്റെ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു, +1 ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡിൽ സോഡിയം നല്ല ഒരു ഇലക്ട്രോ പോസിറ്റീവ് മെറ്റലാണ്, അതെപ്പോഴും +1 കാണിക്കുന്നു. അതോടൊപ്പം ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ് നോർമലി. അപ്പോൾ ഇവിടെയും -2 ആണ്. ഹൈഡ്രജൻ്റെ ഇവിടെ +1 ആയിരിക്കും. അപ്പോൾ ഇവിടെ -1 ഓക്സിഡേഷൻ നമ്പർ കാണിക്കുന്നത് NaHലാണ്. കാരണം NaHൽ സോഡിയം ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ആണ്. അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും എത്രയായിരിക്കും? +1 ആയിരിക്കും. അങ്ങനെയുള്ള ഒരു എലമെൻറ്റുമായി ചേർന്ന് നിൽക്കുമ്പോൾ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ വരുന്നത് എത്രയായിരിക്കും? -1 ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. The conversion of PbO2 to PbNO3 twice is ഓക്സിഡേഷൻ ആണോ, റിഡക്ഷൻ ആണോ, ഒരു നൈട്രേഷൻ റിയാക്ഷൻ ആണോ? നോക്കാം. നമുക്ക് അത് കണ്ടു കഴിഞ്ഞാൽ നൈട്രേഷൻ റിയാക്ഷൻ ആണെന്ന് തോന്നും. പക്ഷേ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതാണ്? ഓക്സിഡേഷൻ ആണോ, റിഡക്ഷൻ ആണോ എന്നുള്ളതാണ് പ്രധാനമായിട്ട്. നൈട്രേഷനൊക്കെ നമ്മൾ സാധാരണ പറയുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലാണ്. അപ്പോൾ ഇവിടെ PbO2വിൽ ലെഡിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? +4 ആണ്. PbNO3 ട്വൈസിലോ? NO3യുടേത് -1 ആണ്. അതുകൊണ്ട് NO3 ട്വൈസ് എന്ന് പറയുമ്പോൾ -2. -2 ക്യാൻസൽ ചെയ്യാൻ ലെഡിന് എത്ര വരും? അവിടെ +2 വരും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് +4ൽ നിന്ന് +2 ആയിട്ട് ലെഡിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കുറയുകയാണ്. ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഈസ് കോൾഡ് റിഡക്ഷൻ. നമ്മളൊരു വീഡിയോയിൽ കണ്ടതാണ് അല്ലേ, റിഡോക്സ് റിയാക്ഷൻ്റെ വീഡിയോയിൽ എല്ലാ കൺസെപ്റ്റും നമ്മൾ കണ്ടതാണ്, ഇലക്ട്രോണിക് കൺസെപ്റ്റ് പ്രത്യേകിച്ചും. ഓക്കെ, അപ്പോൾ റിഡക്ഷൻ ഇൻ ഓക്സിഡേഷൻ നമ്പർ, ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? റിഡക്ഷൻ ആണ്. സോ വാട്ട് ഹാപ്പൻ ഹിയർ? റിഡക്ഷൻ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ ഇൻ ClO3 -1 ഈസ്. ഇവിടെ ClO3 -1 എന്നോ ClO3- എന്നോ പറയുന്നത് ഒരു ആനയോൺ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് മോളിക്യൂൾ അല്ല തന്നിരിക്കുന്നത്, അതുകൊണ്ട് ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ -1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നോർമലി ക്ലോറിന് -1 ആണ്. പിന്നെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ എത്രയാണ്? -2 ആണ്. പക്ഷേ ഇവിടെ ഓക്സിജൻ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ -1 അല്ല, അത് പ്ലസ് സൈനിലേക്ക് മാറും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ക്ലോറിൻ ഇലക്ട്രോണിനെ കൊടുക്കുകയാണ് ചെയ്യുക. സാധാരണ രീതിയിൽ ക്ലോറിൻ ഹാലോജനാണ്, ക്ലോറിൻ ഇലക്ട്രോണിനെ വാങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ക്ലോറിൻ ഇലക്ട്രോൺസിനെ കൊടുക്കുകയാണ് ചെയ്യുക. ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ x എന്നുള്ളത് ക്ലോറിൻ എടുക്കാം. അപ്പോൾ ഒരു x ആണ് ഇവിടെ ഉള്ളത്. പ്ലസ് ഓക്സിജൻ്റെ എത്രയാണ്? 3 ഓക്സിജൻ ഉണ്ട്, അതുകൊണ്ട് 3 × -2, 3 × -2 -6 വരും. അപ്പോൾ x + -6 = 0 അല്ല, -1 ആണ്. അതുകൊണ്ട് x +5. ഹിയർ ക്ലോറിൻ ക്യാൻ ഷോ +5 ഓക്സിഡേഷൻ നമ്പർ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം. Oxidation number of nickel in nickel tetracarbonyl is.
വളരെ ലളിതമായൊരു ക്വസ്റ്റ്യനാണ്. കാർബൺ മോണോക്സൈഡ് ന്യൂട്രൽ മോളിക്യൂൾ ആയതുകൊണ്ട് കാർബൺ മോണോക്സൈഡിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ 0 ആയിരിക്കും. അപ്പോൾ 4 കാർബൺ മോണോക്സൈഡ് ഉണ്ടെങ്കിലും അവിടെ 0 തന്നെയാണ് വരിക. സ്വാഭാവികമായിട്ടും ആ മോളിക്യൂളിൻ്റെ ആകെ ഓക്സിഡേഷൻ നമ്പർ 0 ആയതുകൊണ്ട് നിക്കലിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 3 ആയിരിക്കും, 0 ആയിരിക്കും. ഓർഗാനിക് കെമിസ്ട്രിയിലെ ചോദ്യങ്ങളിലേക്ക് കിടക്കുന്നു. ദ ഫസ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ട് പ്രിപ്പയർഡ് ഇൻ ലബോറട്ടറി ഈസ്, അറിയാം, വോളർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അമോണിയം സയനേറ്റിൽ നിന്ന് യൂറിയ എന്ന് പറയുന്ന ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഒരു മാറ്റം ഉണ്ടാക്കിയത്. യൂറിയയാണ് ലബോറട്ടറിയിൽ ഉണ്ടാക്കിയ ആദ്യത്തെ ഓർഗാനിക് കോമ്പൗണ്ട്. ഓക്കെ, 7ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ ആരോമാറ്റിക് കോമ്പൗണ്ട്സ്. തന്നിരിക്കുന്നതിൽ ഏതാണ് ആരോമാറ്റിക് എന്ന് നമുക്ക് നോക്കിയെടുക്കണം. ഇവിടെ C3H6 എന്ന് പറഞ്ഞാൽ എന്താണ്? C3H6 ആൽക്കേനാണോ, ആൽക്കീനാണോ, ആൽക്കൈനാണോ, ആരോമാറ്റിക് കോമ്പൗണ്ട് ആണോ? അതിൽ ബെൻസിൻ റിംഗ് ഉണ്ടോ? സൈക്ലിക് കോമ്പൗണ്ട് ആണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് ബെൻസിൻ റിംഗ് ഇല്ല, സൈക്ലിക് കോമ്പൗണ്ട് അല്ല. ഇതേതാണ്? CnH2n. CnH2n എന്ന് പറയുമ്പോൾ ആൽക്കീനാണ്. അടുത്തത് C6H12, CnH2n ആണ്, വീണ്ടും അതും ആൽക്കീനാണ്. അടുത്തത് C7H8 ആണ്. C7H8 എന്ന് പറയുമ്പോൾ ബെൻസിൻ റിംഗ് ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ബെൻസിൻ റിംഗ് ഉണ്ട്. ബെൻസിൻ റിംഗിൽ 6 കാർബൺ വന്നു, ഒരു ഹൈഡ്രജൻ CH3 ഗ്രൂപ്പ് വെച്ച് റീപ്ലേസ് ചെയ്യപ്പെടുന്നു. അതായത് C7H8 എന്ന് പറയുന്നത് ടൊളുവിനായിരിക്കും. ടൊളുവിനാണെങ്കിൽ അതെന്താണ്? അതിൽ ബെൻസിൻ റിംഗ് ഉണ്ട്, അതുകൊണ്ട് അത് ആരോമാറ്റിക് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഐസോബ്യൂട്ടേൻ ആൻഡ് ബ്യൂട്ടേൻ ആർ. ഐസോബാർസ് ആണ്, ഐസോടോപ്സ് ആണ്, ഐസോമേഴ്സ് ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഐസോബാറും ഐസോടോപ്പും ഒന്നല്ല ഇവിടെ വരുന്നത്, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഐസോമേഴ്സ് ആണ്. അപ്പോൾ എന്താണ് ഐസോമറിസം എന്ന് വ്യക്തമായി പഠിച്ചു വെക്കണം. ഐസോമേഴ്സ് ഹാവ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആൻഡ് സോ ഡിഫറെൻറ്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഏതൊക്കെ തരം ഐസോമറിസം ഉണ്ടെന്ന് കൃത്യമായി പഠിക്കുക. സ്ട്രക്ചറൽ ഐസോമറിസം പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം, ഇതൊക്കെ നിങ്ങൾക്കറിയാം. അതോടൊപ്പം തന്നെ സ്റ്റീരിയോ ഐസോമറിസം എന്ന് പറയുന്ന ഒരു 2ാമത്തെ കാറ്റഗറി, അതിനെ 2ആയി തിരിച്ചിട്ടുണ്ട്. ജിയോമെട്രിക്കൽ ഐസോമറിസം ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമറിസം. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് പിന്നീട് നോക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ദി IUPAC നെയിം ഓഫ് CH3 C ഡബിൾ ബോണ്ട് CH3, അതിൽ സെക്കൻഡ് കാർബണിൽ നിന്ന് ഒരു C2H5 ചെയിൻ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണുന്നത്, നമ്മൾ റൂൾസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. സെലക്ട് ദ ലോങ്സ്റ്റ് ചെയിൻ, ഫൈൻഡ് ഔട്ട് ദ സബ്സ്റ്റിറ്റ്വൻറ്റ്, ഫൈൻഡ് ഔട്ട് ദ പൊസിഷൻ ഓഫ് ദ സബ്സ്റ്റിറ്റ്വൻറ്റ്, ഇഫ് അൺസാച്ചുറേഷൻ ഈസ് ദർ, അൺസാച്ചുറേഷൻ ഷുഡ് ഗെറ്റ് ലീസ്റ്റ് നമ്പർ. ഈ റൂൾസ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, C2H5 എന്ന് പറയുന്നതിൽ 2 കാർബൺ ഉണ്ട്, അതുകൊണ്ട് ചെയിൻ്റെ ലെങ്ത്ത് അത് വെച്ച് നമ്മൾ കൂട്ടണം. അപ്പോൾ C2H5 2 കാർബണും മേലേക്ക് പോകുമ്പോൾ Cയും ഡബിൾ ബോണ്ട് CHും CH3യും, അതായത് CH3 വലത്ത് നിന്ന് ഇടത്തോട്ട് വരികയാണെങ്കിൽ, റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് വരികയാണെങ്കിൽ CH3 CH ഡബിൾ ബോണ്ട് C, താഴേക്ക് C2H5, മൊത്തത്തിൽ 5 കാർബൺ ഉണ്ട്. 5 കാർബൺ ഉള്ളത് കൊണ്ട് അത് പെൻറ്റീനാണ്. അപ്പോൾ നമുക്ക് 2 ചോയ്സിൽ നിന്നാൽ മതി, Cയിലും Dയിലും നിന്നാൽ മതി. കാരണം പെൻറ്റീൻ എന്ന് അവസാനിക്കുന്നത് പെൻറ്റ് 2 ആണോ 3 ആണോ വാട്ട് എവർ ബി, പെൻറ്റീൻ എന്ന് അവസാനിക്കുന്നത് ഏതിലാണ്? Cയും Dയും ആണ്. ഇനി നമുക്ക് നോക്കാം, ഇതിൽ സബ്സ്റ്റിറ്റ്വൻറ്റ് ഏതാണെന്നാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഈ ചെയിൻ ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയ ചെയിനാണ് നമ്മൾ കണ്ടതെങ്കിൽ, 4 കാർബണുള്ള ചെയിനാണ് നമ്മൾ കണ്ടതെങ്കിൽ, അതിൽ C2H5 ആണ് ചെയിനായിട്ട് നമുക്ക് തോന്നുക. പക്ഷേ തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടുത്തെ സബ്സ്റ്റിറ്റ്വൻറ്റ് എന്ന് പറയുന്നത് CH3 ആണ്. സബ്സ്റ്റിറ്റ്വൻറ്റ് CH3 ആണ്, മീത്തൈലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത്, മീത്തൈലിന് ലീസ്റ്റ് നമ്പർ കിട്ടണം. സബ്സ്റ്റിറ്റ്വൻറ്റ് ഷുഡ് ഗെറ്റ് ലീസ്റ്റ് നമ്പർ. പക്ഷേ ഇവിടെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും എണ്ണിയാലും ഒരേപോലെയാണ് വരിക. 3rd കാർബണിലാണ് CH3 ഉണ്ടാവുക. പക്ഷേ ഇനി നമുക്ക് വേണ്ടത് അൺസാച്ചുറേഷൻ്റെ പൊസിഷൻ മിനിമം ആയിരിക്കണം. അപ്പോൾ ഇവിടെ അൺസാച്ചുറേഷൻ്റെ പൊസിഷൻ മിനിമം ആവണമെങ്കിൽ ഇവിടെ നിന്ന് എണ്ണി വരണം. CH3 CH ഡബിൾ ബോണ്ട് C എന്ന എണ്ണുമ്പോഴാണ് അൺസാച്ചുറേഷന് മിനിമം കിട്ടുക. അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന സമയത്ത് CHൽ നിന്ന് ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, 2nd കാർബണിൽ ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ 2nd കാർബണിൽ ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അൺസാച്ചുറേഷന് ലീസ്റ്റ് നമ്പർ 2 എന്നാണ് വരിക. സോ ചോയ്സ് Cയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. 2nd കാർബൺ കഴിഞ്ഞ് 3rd കാർബണിലാണ് മീത്തൈലുള്ളത്, അതുകൊണ്ട് 3 മീത്തൈൽ പെൻറ്റ് 2 അതാണ് ആൻസർ. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ സംശയങ്ങൾ എന്തുണ്ടെങ്കിൽ ഈ ചാനലിൽ നിങ്ങൾക്ക് ആസ്ക് ചെയ്യാം. അതിൽ ഫോൺ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ച് ചോദിക്കാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. കാർബൺ ചെയിൻ ഓഫ് 2 പെൻറ്റീൻ കണ്ടെയ്ൻ 5 സിഗ്മ ബോണ്ട്സ് ആൻഡ് 1 പൈ ബോണ്ട്, 4 സിഗ്മ ബോണ്ട് ആൻഡ് 1 പൈ ബോണ്ട്, 5 സിഗ്മ ബോണ്ട് ഓൺലി, 4 സിഗ്മ ബോണ്ട് ഓൺലി. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ചെയിനാണ് എടുക്കുന്നത്. ചെയിൻ എടുക്കുന്ന സമയത്ത് CH3 CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 CH3 എന്ന് വരും. അതാണ് 2 പെൻറ്റീൻ. പെൻറ്റ് 2 കാർബൺ ആറ്റങ്ങൾ മാത്രമുള്ള ചെയിനിലെ സിഗ്മ ബോണ്ട്സും പൈ ബോണ്ട്സും ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എണ്ണിയെടുക്കാൻ നമുക്ക് കൗണ്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാവും. 4 സിഗ്മ ബോണ്ട്സും
ഒരു പൈ ബോണ്ടുമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ട് സിഗ്മ ആയിരിക്കും, ഒരു ബോണ്ട് പൈ ആയിരിക്കും. അത് നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ഷോ ജോമെട്രിക്കൽ ഐസോമറിസം? താഴെ തന്നിരിക്കുന്നതിൽ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്നത് ഏതാണ്? 1 ബ്യൂട്ടൈൻ, 1 ബ്യൂട്ടീൻ, 2 ബ്യൂട്ടീൻ ആൻഡ് 2 ബ്യൂട്ടൈൻ. നമുക്കറിയാം ആൽക്കീനുകളാണ് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചോയ്സ് ബിയും സിയും ശ്രദ്ധിച്ച് നോക്കുക. ഇനി അത് 1 ബ്യൂട്ടീൻ ആണോ 2 ബ്യൂട്ടീൻ ആണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. നമുക്കറിയാം ആൽക്കീൻ വിത്ത് CAB ഡബിൾ ബോണ്ട് CBA ടൈപ്പ് ക്യാൻ ഷോ സിസ് ട്രാൻസ് ഐസോമറിസം ഓർ ജോമെട്രിക്കൽ ഐസോമറിസം. അപ്പോൾ ഇവിടെ ഇതിൽ ഏതാണ് വരുന്നത്? 2 ബ്യൂട്ടീൻ എന്ന് പറയുമ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. ഒരു കാർബണിൽ, ഡബിൾ ബോണ്ടിലെ ഒരു കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ്സ് ആറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് H ആണ്, മറ്റൊന്ന് CH3 ആണ്. അതുപോലെ രണ്ടാമത്തെ കാർബണിലും ഒന്ന് H ആണ്, മറ്റൊന്ന് CH3 ആണ്. അപ്പോൾ ഇത് ഏതുപോലെ വരും? CABC ഡബിൾ ബോണ്ട് CBA എന്ന ഫോമിലാണ് വരുന്നത്. സോ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്നത് ഏതാണ്? 2 ബ്യൂട്ടീൻ ആണ്. ആൻസർ C. അടുത്ത ചോദ്യം. ഹൈബ്രിഡൈസേഷൻ ഓഫ് ഈച്ച് കാർബൺ ഇൻ ബെൻസീൻ ഈസ് sp, sp3, sp2, dsp2. നമുക്കറിയാം ബെൻസിൻ റിങ്ങിലെ ഓരോ കാർബണും sp2 ഹൈബ്രിഡൈസേഷനിലാണ്. അൺഹൈബ്രിഡൈസ്ഡ് ആയിരിക്കുന്ന ഒരു പി ഓർബിറ്റൽ ഉണ്ടായിരിക്കും. ആ പി ഓർബിറ്റലാണ് എന്തുണ്ടാക്കുന്നത്? ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ടാക്കുന്നത്. ബെൻസിൻ റിങ്ങിൽ പ്യുവർ സിംഗിൾ ബോണ്ടും പ്യുവർ ഡബിൾ ബോണ്ടും ഇല്ലാത്ത ഒരവസ്ഥ വരുന്നത് ഇത്തരത്തിൽ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷൻ നടത്തുന്നത് കൊണ്ടാണ്. അതിൻ്റെ ബോണ്ട് ലെങ്ത് വേരിയേഷനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. വെൻ സോഡിയം അസറ്റേറ്റ് ഈസ് ഹീറ്റഡ് വിത്ത് സോഡ ലൈം വി ഗെറ്റ് മീഥെയിൻ, ഈഥെയിൻ, എഥിലീൻ, പ്രൊപ്പൈൻ. നമുക്കറിയാം സോഡ ലൈം എന്ന് പറയുന്ന ഒരു ഡീകാർബോക്സിലേറ്റിംഗ് ഏജൻ്റാണ്. സോഡ ലൈം ഈസ് എ ഡീകാർബോക്സിലേറ്റിംഗ് ഏജൻറ്റ്. എന്താണ് സോഡ ലൈം? ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് കാൽസ്യം ഓക്സൈഡ്. സോഡ ലൈം ഉപയോഗിക്കുന്ന സമയത്ത് കാർബോക്സിലിക് ആസിഡിൽ നിന്ന് CO2 ഗ്രൂപ്പ് എലിമിനേറ്റ് ചെയ്ത് പോവുകയാണ്. അതാണ് ഡീകാർബോക്സിലേഷൻ. COO ഗ്രൂപ്പ് COO പാർട്ട് പോവുകയാണ്, എലിമിനേറ്റ് ചെയ്ത് പോവുകയാണ്. അതാണ് ഡീകാർബോക്സിലേഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ സോഡിയം അസറ്റേറ്റ് ആണ് എടുത്തിരിക്കുന്നത്, CH3COONA. അതിൽ നിന്ന് COONA പാർട്ട് പോകുന്നു, Na2CO3 ആയിട്ട് അത് മാറും. അതേസമയം അത് നീക്കം ചെയ്യപ്പെട്ട ഭാഗത്തേക്ക് ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഏതാണ്? CH4 ആണ്. CH3H അഥവാ CH4 ആണ് കിട്ടുന്നത്. ആൻസർ മീഥേൻ. 14ാമത്തെ ചോദ്യം. വെൻ ഈഥൈൽ ബ്രോമൈഡ് ഈസ് ഹീറ്റഡ് വിത്ത് ആൽക്കഹോളിക് KOH ദ പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് ഈസ്. നമുക്കറിയാം ഈഥൈൽ ബ്രോമൈഡ് ഒരു ആൽക്കൈൽ ഹാലൈഡ് ആണ്. വെൻ ആൻ ആൽക്കൈൽ ഹാലൈഡ് ഈസ് ട്രീറ്റഡ് വിത്ത് ആൽക്കഹോളിക് KOH ദ പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് ഈസ് ആൻ ആൽക്കീൻ. അവിടെ നടക്കുന്ന പ്രോസസ് ഏതാണ്? അവിടെ നടക്കുന്ന പ്രോസസ് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ ആണ്. ബീറ്റ എലിമിനേഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആൽക്കഹോളിക് KOH ഈസ് എ ഡീഹൈഡ്രോ ഹാലോജിനേറ്റിംഗ് ഏജൻറ്റ്. അതായത് ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് HBr നീക്കം ചെയ്യുന്നു. ഈഥൈൽ ബ്രോമൈഡിൽ നിന്ന് HBr പോയി കഴിഞ്ഞാൽ, അതായത് CH3CH2Br നിന്ന് HBr പോയി കഴിഞ്ഞാൽ ബാലൻസ് എന്താ ഉണ്ടാവുക? CH2 ഡബിൾ ബോണ്ട് CH2, അതായത് ഈഥീനാണ് ഉണ്ടാവുക. സോ ആൻസർ ഈസ് D. അടുത്ത ചോദ്യം. വെൻ 1 പ്രൊപ്പീൻ ഈസ് ട്രീറ്റഡ് വിത്ത് HBr ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ് ദ പ്രോഡക്റ്റ് ഈസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അഡീഷണൽ റിയാക്ഷൻസ് 2 തരത്തിലാണുള്ളത്. ഒന്ന് മാർക്കോണിക്കോവ് റൂൾ ഒബേ ചെയ്യുന്ന തരത്തിൽ, 2 ആൻറ്റി മാർക്കോണിക്കോവ് റൂൾ ഒബേ ചെയ്യുന്നത്. അതായത് ഖരാഷ് എഫക്റ്റ് എന്നോ പെറോക്സൈഡ് എഫക്റ്റ് എന്നോ പറയും. അപ്പോൾ ഇവിടെ 1 പ്രൊപ്പീൻ CH3CH ഡബിൾ ബോണ്ട് CH2 1 പ്രൊപ്പീൻ ഈസ് ട്രീറ്റഡ് വിത്ത് HBr. CH3CH ഡബിൾ ബോണ്ട് CH2ലേക്ക് HBr ആഡ് ചെയ്യുന്ന സമയത്ത് പെറോക്സൈഡ് ഇല്ല എങ്കിൽ HBrലെ H+ ഡബിൾ ബോണ്ടിൽ CH2ലേക്കാണ് പോവുക. പക്ഷേ ഇവിടെ പെറോക്സൈഡിൻ്റെ പ്രസൻസിലായതുകൊണ്ട് ആൻറ്റി മാർക്കോണിക്കോഫ് അഡീഷൻ നടന്ന് Br- ആണ് CH2ലേക്ക് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് 1 ബ്രോമോ പ്രൊപ്പേൻ ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. എ ന്യൂക്ലിയോഫൈൽ ഈസ് പോസിറ്റീവ്ലി ചാർജ്, നെഗറ്റീവ്ലി ചാർജ്, ലൂയിസ് ആസിഡ്, ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്. നമുക്കറിയാം റിയേജൻസിന് നമ്മൾ 3 ആയിട്ടാണ് തിരിച്ചിരുന്നത്. ഏതൊക്കെയാണ്? 1 ന്യൂക്ലിയോഫൈൽ, 2 ഇലക്ട്രോഫൈൽ, 3 ഫ്രീ റാഡിക്കൽസ്. അപ്പോൾ 3 ആയി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ലവിങ്, അതായത് പോസിറ്റീവ് ചാർജ് ലവിങ്. പോസിറ്റീവ് ചാർജ് ലവിങ് ആണെങ്കിൽ ആ റിയേജൻറ്റിൻ്റെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. സോ ന്യൂക്ലിയോഫൈൽ ഈസ് എ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. അപ്പോൾ ഇലക്ട്രോഫൈൽ ഏതായിരിക്കും? അപ്പോൾ ഇലക്ട്രോഫൈൽ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. ദ ഹൈ സ്റ്റെബിലിറ്റി ഓഫ് ടെർഷ്യറി ബ്യൂട്ടൈൽ കാർബോകാറ്റോൺ ഈസ്. കാർബോകാറ്റോൺ ഈസ് അതർവൈസ് നോൺ ആസ് കാർബോണിയം അയോൺ. യുനോ കാർബോകാറ്റോണിൻ്റെ വേറൊരു പേരെന്താണ്? കാർബോണിയം അയോൺ എന്നാണ്. അപ്പോൾ ഏതൊക്കെയുള്ളത്? പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി കാർബോണിയം അയോൺസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ടേർഷ്യറി കാർബോണിയം അയോൺ എന്ന് പറയുന്ന സമയത്ത് ഒരു കാർബണിൻ്റെ മേലെ പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. പക്ഷേ ആ കാർബണിന് ചുറ്റുമായിട്ടുള്ള 3 വാലൻസീസ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്, എസ്പെഷ്യലി CH3 ഗ്രൂപ്പ് വെച്ചിട്ട് സാറ്റിസ്ഫൈ ചെയ്തെന്ന് വിചാരിക്കുക.
അങ്ങനെയാണെങ്കിൽ 3 CH3 ഗ്രൂപ്പാണ് കാർബണിൻ്റെ ചുറ്റുണ്ടാവുക. ഓരോ CH3 ഗ്രൂപ്പും 3 വീതം ഹൈപ്പർ കോൺജുഗേഷൻ പോസിബിലിറ്റീസ് കാണിക്കും. അപ്പോൾ 3 CH3 ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് 9 ഹൈപ്പർ കോൺജുഗേഷൻ പോസിബിലിറ്റീസ് ഉണ്ട്, അഥവാ നോ ബോണ്ട് റെസൊണൻസ് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ സ്റ്റെബിലിറ്റി വല്ലാണ്ട് റൈസ് ചെയ്യും. അതോടൊപ്പം തന്നെ CH3 ഗ്രൂപ്പ് പ്ലസ് ഐ ഗ്രൂപ്പാണെന്ന് നമുക്കറിയാം. ഇലക്ട്രോൺ പുഷിംഗ് ഓർ ഇലക്ട്രോൺ പമ്പിംഗ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നു. ഏതിലേക്ക്? ഈ കാർബണിൻ്റെ മേലെയുള്ള പോസിറ്റീവ് ചാർജിലേക്ക് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ചാർജ് പാർഷ്യലി റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ സ്റ്റെബിലിറ്റി കൂടുന്നു. അപ്പോൾ രണ്ടും നമുക്ക് ആൻസറായിട്ട് പറയാം. ഏതൊക്കെ? ഹൈപ്പർ കോൺജുഗേഷനും ആൻസറാണ്, പിന്നെയോ പ്ലസ് ഐ എഫക്റ്റും ആൻസറാണ്. ഓക്കെ. 18ാമത്തെ ചോദ്യം, പ്രിപ്പറേഷൻ ഓഫ് നൈട്രോബെൻസിൻ ഫ്രം ബെൻസിൻ ഈസ് എൻ എക്സാമ്പിൾ ഫോർ. എങ്ങനെയാണ് ബെൻസിനെ നൈട്രോബെൻസിൻ ആക്കുക? വെൻ ബെൻസിൻ ഈസ് ട്രീറ്റഡ് വിത്ത് നൈട്രേറ്റ് മിക്സ്ചർ, ദാറ്റ് ഈസ് മിക്സ്ചർ ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും വെച്ച് ബെൻസീനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നൈട്രേഷൻ നടക്കും. നൈട്രേഷൻ നടക്കുന്നതിൻ്റെ മെക്കാനിസം നമുക്കറിയാം. നൈട്രോണിയം അയോണാണ് ബെൻസീനിലെ എച്ചിനെ റീപ്ലേസ് ചെയ്യുന്നത്. അത് മാത്രമല്ല നമുക്കറിയാം ബെൻസിൻ റിങ് ഇലക്ട്രോൺ റിച്ച് ആണ്. നമ്മൾ നേരത്തെ കണ്ടതാണ്, ഇലക്ട്രോൺ ക്ലൗഡ് ഫോം ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺ റിച്ച് ആണ്. അപ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനാണ് ബെൻസിൻ റിങ്ങിൽ നടക്കുക. അഡീഷണൽ റിയാക്ഷൻസ് നടക്കുന്നതിനേക്കാൾ കൂടുതൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിനാണ് പോസിബിലിറ്റി. അതിൽ തന്നെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനാണ് കൂടുതൽ പോസിബിലിറ്റി. അപ്പോൾ ബെൻസിൻ റിങ്ങിലെ ഹൈഡ്രജനെ NO2+ അഥവാ നൈട്രോണിയം അയോൺ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ഇലക്ട്രോഫൈലിനെ H+ ആണ് അവിടെ റീപ്ലേസ് ചെയ്യപ്പെടുന്നത്. ഒരു ഇലക്ട്രോഫൈലിനെ മറ്റൊരു ഇലക്ട്രോഫൈൽ റീപ്ലേസ് ചെയ്യുന്നത് കൊണ്ട് ഇത് ഏത് റിയാക്ഷനാണ്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. സോ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. 19ാമത്തെ ചോദ്യം, ലെസൈൻസ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട്. എന്താണ് ലെസൈൻസ് ടെസ്റ്റ്? നമുക്കറിയാം അല്ലേ? ഒരു ഫ്യൂഷൻ ട്യൂബിലേക്ക് ഒരു കഷ്ണം സോഡിയം എടുത്ത് സോഡിയത്തിനെ മെൽറ്റ് ചെയ്ത് ബുൺസൺ ബർണറിൻ്റെ മേലെ വെച്ച് മെൽറ്റ് ചെയ്ത് ഉരുക്കി അതിലേക്ക് ഓർഗാനിക് കോമ്പൗണ്ട്, ടെസ്റ്റ് ചെയ്യേണ്ട ഓർഗാനിക് കോമ്പൗണ്ട് ആഡ് ചെയ്യും. എന്നിട്ട് വീണ്ടും നമ്മൾ റെഡ് ഹോട്ടാക്കും. റെഡ് ഹോട്ടായി നിൽക്കുന്ന ഈ ഫ്യൂഷൻ ട്യൂബിനെ ഒരു ചെറിയ ബീക്കറിൽ കുറച്ച് വെള്ളമെടുത്ത്, ഒരു 10 ml 5 ml വെള്ളം എടുത്ത് അതിലേക്ക് നമ്മൾ പ്ലഞ്ച് ചെയ്യും. പ്ലഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ ഫ്യൂഷൻ ട്യൂബ് പൊട്ടും. കാരണം ചുട്ടുപഴുത്ത് നിൽക്കുകയാണ്, അത് പൊട്ടിയിട്ട് അതിനുള്ളിലുള്ള കെമിക്കൽസ് വാട്ടറിലേക്ക് എത്തും. എന്നിട്ട് നമ്മളത് ഫിൽറ്റർ ചെയ്ത് മാറ്റും. വേസ്റ്റൊക്കെ മാറ്റിയ ശേഷം കിട്ടുന്ന ഫിൽട്രേറ്റിൻ്റെ പേരാണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് ഓർ ലെസൈൻസ് ഫിൽട്രേറ്റ്. ഈ ലെസൈൻസ് ഫിൽട്രേറ്റ് അഥവാ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് വെച്ചിട്ട് നമ്മൾ പല ടെസ്റ്റുകൾ ചെയ്യും. ഏതിനൊക്കെയാണ് ടെസ്റ്റുകൾ ചെയ്യുക? നൈട്രജൻ ഉണ്ടോ എന്നറിയണം, സൾഫർ ഉണ്ടോ എന്നറിയണം, ഇനി നൈട്രജനും സൾഫറും ഒരുമിച്ചുണ്ടോ എന്നറിയണം, അതോടൊപ്പം തന്നെ ഹാലജൻസ് ഉണ്ടോ എന്നറിയണം. അപ്പോൾ നമുക്ക് ഏതാണ് ആൻസർ വരിക? നൈട്രജനും സൾഫറും മാത്രമാണോ? അല്ല, നൈട്രജനും സൾഫറും ഹാലജൻസിൽ തന്നെ ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ഇവരെയൊക്കെ ടെക്ക് ചെയ്യാനുള്ള, ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റാണ് എന്ത്? ലെസൈൻസ് ടെസ്റ്റ്. ഓക്കെ. അടുത്ത ചോദ്യം, ഇൻ ജെൽദാൽസ് മെത്തേഡ് ഓഫ് എസ്റ്റിമേറ്റിംഗ് നൈട്രജൻ ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട്, ഫസ്റ്റ് നൈട്രജൻ ഈസ് കൺവേർട്ടഡ് ടു. എന്താണ് ജെൽദാൽ മെത്തേഡ് എന്ന് ഓർമ്മയുണ്ടോ? ഓക്കെ, 2 മെത്തേഡാണ് നൈട്രജൻ്റെ എസ്റ്റിമേഷൻ ഉള്ളത് അല്ലേ? ഏതൊക്കെയാണ്? ഡ്യൂമാസ് മെത്തേഡും ജെൽദാൽ മെത്തേഡും. അതിൽ ജെൽദാൽ മെത്തേഡ് ശരിക്കും ഒരു ക്വാണ്ടിറ്റേറ്റീവ് അസസ്മെൻ്റ് ആണ്. നമ്മളിവിടെ ആദ്യം ചെയ്യുന്നത് ഓർഗാനിക് കോമ്പൗണ്ടിനെ എന്ത് ചെയ്യും? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ഹീറ്റ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക? നൈട്രജൻ പ്രസൻറ്റ് ഇൻ ദ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ക്വാണ്ടിറ്റേറ്റീവ്ലി കൺവേർട്ടഡ് ടു അമോണിയം സൾഫേറ്റ്. ഓർഗാനിക് കോമ്പൗണ്ടിൽ നൈട്രജൻ എന്തായി മാറും? അമോണിയം സൾഫേറ്റ് ആയിട്ട് മാറും. അത് നഷ്ടപ്പെടുന്നില്ല. നൈട്രജൻ ഒട്ടും നഷ്ടപ്പെടാതെ ഓർഗാനിക് കോമ്പൗണ്ടിൽ നൈട്രജൻ മുഴുവനായിട്ട് എന്തായി മാറും? അമോണിയം സൾഫേറ്റ് ആയിട്ട് മാറും. പിന്നീടാണ് നമ്മൾ ആൽക്കലിയുമായിട്ട് റിയേറ്റ് ചെയ്യുന്നതും മറ്റൊക്കെ. അത് പിന്നീട് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നൈട്രജൻ എന്തായിട്ടാണ് മാറുന്നത്? അമോണിയം സൾഫേറ്റ് ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, നമുക്ക് 21ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയിലെ ചില ചോദ്യങ്ങളാണ്. ഫ്രിയോൺ ഈസ് കെമിക്കലി. ഫ്രിയോൺ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാലോ അല്ലേ? ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. നമുക്ക് പരിചിതമായ ഒരു ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് ഫ്രിയോൺ. CFC ആണ് ഫ്രിയോൺ. അപ്പോൾ അത് ഡൈഫ്ലൂറോ മീത്തേൻ ആണ് CFC എന്നറിയപ്പെടുന്നത്. CF2Cl2 ഡൈഫ്ലൂറോ മീത്തേൻ. അപ്പോൾ ഇവിടെ ഫ്ലൂറിനാണ് ആദ്യം എടുത്തതെങ്കിലും പേര് പറയുമ്പോൾ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡർ പറയുന്നതുകൊണ്ടാണ് ഡൈക്ലോറോ എന്ന് തുടങ്ങുന്നത്. ഓക്കെ. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഫോട്ടോകെമിക്കൽ സ്മോഗ് ഈസ് ഫോംഡ് ബൈ ദ ഇൻ്ററാക്ഷൻ ഓഫ് നൈട്രജൻ ഓക്സൈഡ്സ് വിത്ത്. നൈട്രജൻ്റെ ഓക്സൈഡ്സ് എന്തുമായിട്ട് റിയേറ്റ് ചെയ്യുന്ന സമയത്താണ് ഫോട്ടോകെമിക്കൽ സ്മോഗ് ഉണ്ടാകുന്നത്? സ്മോഗ് 2 തരമുണ്ട് നമുക്കറിയാം. അതിൽ ഏറ്റവും ഡേഞ്ചറായിരിക്കുന്ന, ഏറ്റവും അപകടകാരിയായിരിക്കുന്ന സ്മോഗാണ് ഇത് ഫോട്ടോകെമിക്കൽ സ്മോഗ്. അപ്പോൾ ഇത് വാട്ടർ പാർട്ടിക്കിൾസുമായിട്ടാണോ, സൾഫർ ഡയോക്സൈഡുമായിട്ടാണോ, കാർബോഹൈഡ്രേറ്റ്സുമായിട്ടാണോ, ഹൈഡ്രോ കാർബൺസുമായിട്ടാണോ റിയാക്ട് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. വളരെ ഗുരുതരമായ ഒരു എൻവയോൺമെൻറ്റൽ ഇഷ്യൂ ആണിത്. നൈട്രജൻ്റെ ഓക്സൈഡുകൾ അൺബേൺഡ് ഹൈഡ്രോ കാർബൺസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് വളരെ കൂടുതൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നുണ്ട്. ഏതൊക്കെയാണ് ഓർഗാനിക് കോമ്പൗണ്ട്സിൽ മെയിൻ ആയിട്ട് വരുന്നത്? ഫോമാൽഡിഹൈഡ് ഉണ്ട്, അക്രോലിൻ ഉണ്ട്, PIN എന്നറിയപ്പെടുന്ന ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്. ഇതൊക്കെ ഹൈലി ഇറിറ്റബിൾ ആണ്. പലതരത്തിലുള്ള ഇഷ്യൂസ് നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ ഹൈഡ്രോ കാർബൺസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. 23. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, ഓക്സിജൻ. ഇതിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലാത്തത് ഏതാണ്?
എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ? നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച ഇൻഫ്രാറെഡ് റേഡിയേഷൻസിന് പുറത്തേക്ക് കടന്നു പോകാൻ പറ്റാത്ത വിധം ഒരു ആവരണം, ഒരു പുതപ്പ്, ഒരു ബ്ലാങ്കറ്റ് ഉണ്ടാവുകയാണ്. എന്തുകൊണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവാം, മീഥേൻ അതുപോലെ മറ്റു ചില വാദങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പുതപ്പ് പോലെ നിൽക്കുകയും ഉള്ളിലേക്ക് പ്രവേശിച്ച ഇൻഫ്രാറെഡ് റേഡിയേഷൻസിന് പുറത്തേക്ക് കടന്നു പോകാൻ, റിഫ്ലക്റ്റ് ചെയ്ത് പോകാൻ കഴിയാതിരിക്കുകയും ചെയ്യുകയാണ്. ഭൂമിയിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് പോകാൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവ്, ടെമ്പറേച്ചർ വർദ്ധിക്കുകയും ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുകയും ചെയ്യും. ദിസ് എഫക്റ്റ് ഈസ് കോൾഡ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. അപ്പോൾ ഇത്തരത്തിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഗ്യാസസിൽ പെടാത്തത് ഏതാണ്? ഓക്സിജനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 24. അവർ എർത്ത് ഈസ് പ്രൊട്ടക്റ്റഡ് ഫ്രം UV റേസ് ബൈ. അൾട്രാ വയലറ്റ് റേഡിയേഷൻസിൽ നിന്ന് നമ്മളെ എർത്തിനെ രക്ഷിക്കുന്നത് ആരാണ്? SO2, O2, O3, CFC. ഇറ്റ് ഈസ് വെൽ നോൺ. എല്ലാവർക്കും അറിയാം, സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നതാണ്. ഓസോണാണ് അൾട്രാ വയലറ്റ് റേഡിയേഷൻസിന് തടഞ്ഞു നിർത്തുന്നത്. ഓക്കെ, ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യം. ഓസോൺ ഈസ് ഫോംഡ് ഇൻ ദ അപ്പർ അറ്റ്മോസ്ഫിയർ ഫ്രം ഓക്സിജൻ ബൈ ദ ആക്ഷൻ ഓഫ്. കാര്യം എന്തായാലും ഓസോൺ ഉണ്ടാക്കുന്നതും ആര് തന്നെയാണ്? അൾട്രാ വയലറ്റ് റേസ് തന്നെയാണ്. ഓസോൺ നിർമ്മിക്കുന്നതും അൾട്രാ വയലറ്റ് റേസ് ആണ്. ആ ഓസോണാണ് പിന്നീട് അൾട്രാ വയലറ്റിനെ വരാതിരിക്കാൻ വേണ്ടി തടുക്കുന്നതും. ഓക്കെ, അപ്പോൾ നമ്മൾ 25 ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ പ്രസൻറ്റേഷനോടുകൂടി മൊത്തത്തിൽ 75 ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഒരു +1 സ്റ്റുഡൻറ്റിന് കിട്ടാവുന്ന 75 വളരെ മികച്ച ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് സമ്മറീസ് ആണ്. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിലെയും സമ്മറീസ് പ്രതീക്ഷിക്കാം. എല്ലാവരും SPCL ബോണ്ട് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്